ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ. ഇത് ട്രിപ്പെന്ന് പറയാൻ ഒരുപാട് ദൂരമൊന്നുമില്ല. ഞങ്ങളെ അടുത്ത് മടത്തറയിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ കുളത്തൂപ്പുഴ എത്തുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ തെമ്മല പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പോയപ്പോൾ ഇങ്ങനെ വഴിയിൽ ഒരു പാലം കണ്ട്. അവിടെ ഡാലി എന്നാണ് കേട്ടോ എൻ്റെ പേര്. ഡാലി എന്നുള്ളത് കണ്ടിട്ട് അവിടെ ഇപ്പുറത്തെ സൈഡിലൊരു പാലം കണ്ട്. അങ്ങനെ ഞങ്ങളവിടെ വണ്ടി നിർത്തി. ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയപ്പം അവിടെ ഉള്ളവരടുത്ത് ചോദിച്ചപ്പം അതിലെ പാലത്തിൽ കൂടെ അപ്പുറ സൈഡിൽ പോയി ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതിലേ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ മീൻ പിടിക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ മീൻ പിടിക്കാനായിട്ടും ഇറങ്ങി. ഞങ്ങൾ ഫോട്ടോസും ഇച്ചിരി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇറങ്ങി. കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടമായി. അവർ അവിടെ നിന്ന് ഓട്ടമായിരുന്നു. ആ പാലത്തിന് അടിയിൽ കൂടെ നമ്മളങ്ങനെ ഇറങ്ങി. പക്ഷെ ആറല്ലാത്തപ്പോൾ ഭയങ്കര വെള്ളമാണെന്നാണ് പറഞ്ഞത്. കാരണം മലയിൽ നിന്നൊക്കെ ഉള്ള വെള്ളങ്ങൾ വരുന്നതാണ്. അപ്പം നല്ല തിരക്കും നല്ല വെള്ളമാണ്. അപ്പം അതിലൊന്നും ഇറങ്ങാൻ കൊച്ചുങ്ങൾക്കൊന്നും പറ്റില്ല. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഉണക്കമായതുകൊണ്ട് വെള്ളം ഒഴുക്കുണ്ട്. പക്ഷേ എന്ന് കരുതി ചെറിയ ഒഴുക്കേ ഉള്ളൂ. അവിടെ നമുക്ക് നടക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന, നല്ല കൊച്ചുങ്ങൾക്കൊക്കെ നടക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള വെള്ളവും. മീനൊക്കെ പിടിക്കാനൊക്കെ ആൾക്കാർ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. മീനൊക്കെ പിടിച്ച്. പിന്നെ അതുപോലെ പൊന്തക്കാട് കണക്കുള്ള സ്ഥലം, അത് നല്ല, അതിനകത്ത് കൊച്ചുങ്ങൾ മരം, ചെറിയ മരമാണ്. പൊന്തക്കാട് കണക്ക് നമുക്ക് തോന്നുമെങ്കിൽ അത് മരമാണ്, ചെറിയ മരങ്ങളാണ്. അതിനകത്തൊക്കെ അവർ കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഞാനും എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയത്. അപ്പം ഇതുപോലുള്ള പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുന്നത് ഒരു ത്രില്ലാണല്ലോ. പ്രത്യേകിച്ച് നമ്മളെ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ. അൽഹംദുലില്ലാഹ് നമ്മൾ വല്ല പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ പൈസ കൊടുക്കണം. ഇതെന്ന് പറയുമ്പോൾ 1 രൂപയെ ചിലവില്ലാതെ കണ്ട അവരെ ഇഷ്ടത്തിന് മക്കളൊക്കെ ഓടയും. അതുപോലെ തന്നെ മുമ്പോട്ട് നല്ല വെള്ളം. അതിനിപ്പുറത്തോട്ട് അവിടെ കുളിക്കുന്ന ആൾക്കാർ വന്ന് കുളിക്കുന്നുണ്ട്. ഒരു തുണി കഴുകുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അപ്പോഴൊരു മരം കണ്ട്. അപ്പുറത്ത് നിന്നോ ഓടി ഇപ്പുറം വന്ന് ആ മരത്തിൽ കൂടെ നടന്നു. അത് കണ്ട് അടുത്തവർ വന്ന് അങ്ങനെ അതിലൊക്കെ കയറിയിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത്. കൊള്ളാം കേട്ടോ. എല്ലാവരും പറ്റുമെങ്കിൽ പോകണം കേട്ടോ. പൈസ ചിലവില്ലല്ലോ. ഞാൻ കടയ്ക്ക് കിടക്കുന്നവർക്കൊക്കെ നല്ലതാണ്. കടയ്ക്കലുള്ളവർ, നമ്മൾ കടയ്ക്കല, അപ്പം ചിതറ, മണലോട്ടം ഒക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ പോകാൻ പറ്റിയ നല്ല സ്ഥലം, നല്ല ഒരു അന്തരീക്ഷം. വെള്ളം കൂടി കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഇപ്പോൾ ഈ ഉണക്കത്തൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഇതേപോലെ വെള്ളത്തിൽ കൂടെ കൊച്ചുങ്ങളുണ്ടാവും. കൊച്ചു മോളാണ്, അവളും ഓടണ ഓട്ടം കണ്ട നല്ല. ഇപ്പോഴോ? ഇനിയും പോകാനോ? എപ്പോഴും പൊക്കൂടാ. ഇനി ബാക്കിയുള്ളവരെല്ലാവരും ഒക്കെ പോട്ടെ. നല്ല ഒരു സംഭവമാണ് കേട്ടോ. അവിടെ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ദൂരം വന്നെങ്കിലും ഈ പാറക്കല്ലുകളിൽ മുകളിൽ കൂടെയാണ് സീസൺ ആകുമ്പോൾ ഭയങ്കര വെള്ളം ഒരുപാട് പോകുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ഉണക്കായതുകൊണ്ടാണ് ഇതിൽ ഒന്നും തോന്നരുത്. നമുക്ക് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആരായാലും കേൾക്കുന്നവർ, എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. ആകെ 10, 15, 50 പേരെങ്ങാണ്ടേ ഉള്ളൂ. കേൾക്കുന്നവരൊന്നും തോന്നരുത്. കോപ്പിറൈറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എൻ്റെ സൗണ്ട് ഇടുന്നത്. കോപ്പിറൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ചാനൽ പൂട്ടും. ഇനി എനിക്കുള്ള കൊച്ചുങ്ങളൊക്കെ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നാളൊരു സമയം നമുക്കിരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പം വേറൊന്നും അതുകൊണ്ട് എഡിറ്റിങ് അതിനകത്ത് വേറെ ഒന്നുമില്ല.
അത് ഞങ്ങൾ പോയ ഞങ്ങൾക്കുള്ള ട്രിപ്പുകൾ പോയതിനെ കുറിച്ചൊരു ഇടുന്നതാണ്. കോപ്പിറൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പറ്റൂലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇടുന്നത്. അതുകൊണ്ട് ആരും ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നമ്മൾ പറയില്ല. ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചാനൽ വരുമാനത്തിന് വേണ്ടിയിട്ടല്ല, ഇത് നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ മീനൊന്നും ഇല്ലയെന്ന് തോന്നണം. ഇത്രയും വിശാലമായിട്ട് ചെറിയ മീനുകളെയൊക്കെ അവർക്ക് കിട്ടും, വലിയ മീനുകളെയൊക്കെ കിട്ടിയെന്ന് തോന്നണം. പക്ഷെ ഇപ്പോൾ പിടിച്ചതിനകത്ത് മീനില്ലായിരുന്നു. കാരണം ഈ ഉണക്കത്തിങ്ങനെ കിടക്കുന്ന സ്ഥലത്തേക്ക് വലിയ പരുന്തുകളും കാക്കകളും ഒക്കെ വന്ന് മീൻ ഇങ്ങനെ കിടക്കണം കാണുമ്പം തന്നെ ആഴക്കടലിൽ നിന്ന് കൊത്തിയെടുക്കുന്ന പക്ഷികൾക്ക് ഈ തെളിഞ്ഞ് കിടക്കുന്ന വെള്ളത്തിൽ കിടക്കുന്ന മീനെയൊക്കെ അവർ കൊത്തിക്കൊണ്ട് കളയും. വലുതായിട്ട് മീൻ കാണത്തില്ല. പിന്നെ കുഴിപ്പോക്കുള്ള സ്ഥലങ്ങളിലൊക്കെ മീനുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് കയറുമ്പോൾ അവിടെ കുഴിപ്പോക്കാണ്, അവിടെ നിന്ന് അവർക്ക് മീൻ കിട്ടി. എൻ്റെ മോനത് കണ്ടിട്ട് മീനെയൊക്കെ പിടിക്കാനുള്ളൊരു ത്വരയായിട്ട് നിൽക്കുക. എന്നിട്ട് എവിടെന്നാ ഒരു നൂലും ചൂണ്ടയായിട്ട് വന്ന് എവിടെയേ കിടന്ന് കിട്ടിയെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് എന്നെ കാണിച്ച്.